അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രൈസ്തവ ലോകം ഒന്നടങ്കം പാടി ആരാധിക്കുന്ന ഒരു ഗാനം, ആ ഗാനം രചിപ്പാനുള്ള സാഹചര്യങ്ങൾ, ആ ദൈവദാസനെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് നാം ഇന്ന് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്രൈസ്തവ ലോകം ഒന്നടങ്കം പാടി ആരാധിക്കുന്ന ആ പാട്ട്, അത് എഴുതുവാനുണ്ട് സാഹചര്യം തൻ്റെ അനുഭവത്തിലൂടെ വിവരിക്കുന്നത് നാം കേട്ടാൽ അത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. പഴയ കാലത്ത് വളരെ ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ സകലവും ചപ്പും ചവറുമെന്ന് എണ്ണി ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മഹൽ ദൈവദാസനെ കുറിച്ചാണ് ഇവിടെ നാം കേൾക്കാൻ പോകുന്നത്. സാമ്പത്തികമായി വളരെ ഉന്നത നിലവാരത്തിലുള്ളതും ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നതുമായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ മുട്ടം ഗീവർഗീസ് പാസ്റ്റർ തന്റെ സകല സമ്പാദ്യം വിറ്റ് സുവിശേഷ വേല ചെയ്ത വ്യക്തി ഒടുവിൽ വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നീണ്ട 16 ദിവസം കുടുംബം മുഴുവൻ പട്ടിണിയിലായി. തനിക്ക് 2 പൊടി കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അല്പം പാൽ പോലും വാങ്ങിക്കൊടുക്കുവാൻ പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിലൂടെ ആയി. എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യചിഹ്നം തന്റെ മുന്നിൽ കടന്നു വന്ന സമയം വിശ്വാസത്തിൽ തളർന്നില്ല, പതറിയില്ല. വിളിച്ചവൻ വിശ്വസ്തനെന്ന ഉത്തമ ബോധത്തോടെ തന്നിൽ ഫലമേൽപ്പിച്ച ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ വളരെ ത്യാഗത്തോടെ, വളരെ പ്രയാസത്തോടെ, അതുപോലെ തന്നെ വളരെ കഷ്ടതയോടുകൂടി താൻ ചെയ്തു. തന്റെ മുൻപിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു, വിളിച്ചവൻ വിശ്വസ്തൻ. ആ ഒരു പ്രത്യാശയിൽ താൻ ഓരോ ദിവസവും മുന്നോട്ട് പോയി. തന്റെ കൊടുംപട്ടിണിയുടെ ഓരോ ദിവസവും മുന്നോട്ട് പോയ സമയത്തും തന്റെ സഹധർമ്മിണി പോലും വളരെ പട്ടിണിയിലും വളരെ തളർന്ന ദിനങ്ങളുണ്ട്. അതായത് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരല്പ ആഹാരം, എന്തെങ്കിലും അന്നത്തെ പഴയ കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരല്പ കഞ്ഞിയുടെ വെള്ളമെങ്കിലും കുടിപ്പാനില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു താനും. ഈ സമയത്ത് തന്റെ 2 പൊടി കുഞ്ഞുങ്ങള് അല്പം മുലപ്പാൽ പോലും കിട്ടാതെ കരഞ്ഞ് തളർന്നു കിടക്കുന്ന സാഹചര്യത്തില് ഒരു ദിവസം ദൈവദാസൻ തന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് താൻ ഭവനത്തിൽ വരുമ്പോൾ തന്റെ സഹധർമ്മിണിയെ കണ്ട് വളരെ വേദനയോടെ താൻ രചിച്ച ഒരു ഗാനമാണ് നമുക്ക് എല്ലാവർക്കും ഹൃദയസ്പർശിയായ ആ ഗാനം. ആ ഗാനം പാടി താൻ ദൈവത്തിൽ സന്തോഷിച്ചു. ദൈവത്തിൽ താൻ ബലം പ്രാപിച്ചു, ദൈവത്തിൽ താൻ ചൈതന്യം പ്രാപിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ആത്മീയ ഗീതം ഇന്നും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാടി നാം പലപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരാണ്. അതിന്റെ 2 വരികൾ നമുക്ക് ഈ പകൽക്കാലം ചേർന്ന് നമുക്ക് പാടാവുന്നതാണ്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാടി ആ പാട്ടിന്റെ ചുവട് നമുക്ക് 2 ചരണങ്ങൾക്ക് ചേർന്ന് പാടാം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുവാൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.